ഫോമോ എന്നൊരു ഫിയർ. ഫോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. 2004 വന്നൊരു ടേമാണ്. സോഷ്യൽ മീഡിയയൊക്കെ ഒത്തിരി അങ്ങ് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്നതും അവരനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ, നമുക്കത് കിട്ടുന്നുണ്ടോ, നമ്മളെന്തെങ്കിലും മിസ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ഫിയർ. ആ ഫിയർ കാരണം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒത്തിരി ഇൻഫർമേഷൻ ഓവർലോഡാണല്ലോ. എല്ലാ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക, എല്ലാവരും എൻജോയ് ചെയ്യുന്നതിനൊപ്പം ലോകം ഒന്നിച്ച് ഞാൻ പോകുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ച് അതിനോട് ഒപ്പം എത്താൻ നോക്കുന്ന സമയത്ത് നമ്മുടെ ഫോക്കസ്, നമുക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നാളെ എക്സാമാണ്, ഇന്ന് പഠിക്കണം, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ആ സമയത്ത് ആരെങ്കിലും നമ്മളെ വിളിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വിചാരിക്കും, അവിടെ ചെന്നില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ് ഔട്ട് ആവുമോ. അപ്പോൾ ഈ കൊടുക്കുന്ന ഡിസ്ട്രാക്ഷനാണ്, നമ്മൾ ആ ഫോക്കസിൽ നിന്ന് മാറിയിട്ട് ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. ഈ ഒരു പേടിയാണ്, ഞാൻ ഒറ്റപ്പെട്ടു പോവോ, ഞാൻ വിട്ടുപോവോ, ഞാൻ ഇൻക്ലൂഡഡ് ആകത്തില്ലേ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? എനിക്ക് ഈയിടെ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് ചോദിച്ചു, കുമ്പായ കമ്പൂച്ച എന്ന് പറയുന്ന ഡ്രിങ്ക് കുടിച്ചോ? അപ്പം ഞാനിത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ ആൾ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര വൈറലാണല്ലോ, ഇതുവരെ ഇത് അറിഞ്ഞില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ഈ ലോകത്ത് നടക്കുന്ന കാര്യമൊന്നും അറിഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ അത് അറിയാനായിട്ട് പിന്നീട് കുറേ റീൽസ് വാച്ച് ചെയ്യുക, എല്ലാ കാര്യങ്ങളും അറിയാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്കുണ്ടാകുന്നൊരു നഷ്ടം എന്ന് പറയുന്നത് ഒരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഫോക്കസിൽ നിന്നും മാറാതിരിക്കാനായിട്ട് എങ്ങനെയാണ് അത് ഓവർകം ചെയ്യുന്നത്? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. ഇനി ആ ഫിയർ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ പേടിക്കണ്ട കേട്ടോ.